ഹായ്, എല്ലാവർക്കും നമസ്കാരം. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അതിൻ്റെ മൂർധന്യാവസ്ഥയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന നമ്മുടെ മുൻ MLA PV അൻവർ അദ്ദേഹത്തിൻ്റെ ആ നാമനിർദ്ദേശ പത്രിക തള്ളി. ഇപ്പോൾ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്. ചിഹ്നം ഇന്നാണ് കിട്ടുക. ഇന്ന് വൈകുന്നേരത്തോടുകൂടി ചിഹ്നം കിട്ടാൻ സാധ്യതയുണ്ട്. ഇന്നാണല്ലോ നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി. പക്ഷേ അൻവറിന് സത്യത്തിൽ പിരാന്തായതാണോ എന്നൊരു സംശയമുണ്ട്. അൻവർ പറയണ ഇന്ന് രാവിലെ പത്രപ്രവർത്തകരോട് പറഞ്ഞോന്ന് കേട്ടോക്കെയാണ്. ഇനി കാണേണ്ടത് രാവിലെ 9 മണി വരെ വീണ്ടും വിളിച്ചിട്ടുണ്ട്. വളരെ ഉത്തരവാദിത്തപ്പെട്ടവർ ഞാൻ മുന്നോട്ട് വെച്ച ചില ഓഫറുകൾ തന്നിട്ടുണ്ട്. ഞാൻ അവരുടെ ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. VD സതീശനെ UDFന്റെ സ്ഥാനത്ത് ഇരുത്തിക്കൊണ്ട് ഞാൻ അതിലേക്ക് വരില്ല. കാരണം ഒരു പിണറായിയെ ഇറക്കിയിട്ട് മറ്റൊരു പ്ലാനില്ല. അപ്പോൾ വീണ്ടും അവർ സംസാരിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇനി അങ്ങനെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു പണി ചെയ്യാം, മുഖ്യമന്ത്രി പദം ഏതായാലും നിങ്ങൾ തരൂല. ഞാൻ ആഗ്രഹം അതാണ്, മുഖ്യമന്ത്രി പദം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയാകുക എന്നുള്ളതാണ് ആഗ്രഹം. അത് കിട്ടാൻ ഒരു സാധ്യത ഇല്ല എന്നുള്ളത് മനസ്സിലാക്കിയപ്പോൾ അടുത്ത ആഗ്രഹം. ഏറ്റെടുത്ത വിഷയം ഇവിടുത്തെ ഫോറസ്റ്റും ഇവിടുത്തെ പോലീസുമാണ്. ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും 26-ലെ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ തരാൻ അഗ്രിമെന്റ് ആക്കി പബ്ലിക്കായി പറയുകയാണെങ്കിൽ 26-ൽ ഈ UDF ഗവൺമെന്റിനെ അധികാരത്തിൽ എത്തിക്കാനുള്ള മുന്നണി പടയാളിയായിട്ട് ഞാൻ ഉണ്ടാകും. അതിൽ കുറഞ്ഞ് വിശ്വസിച്ചുകൊണ്ട് ഒന്നുകിൽ ഈ രണ്ടും എനിക്ക് തരണം, അല്ലെങ്കിൽ ഈ പറയുന്ന VD സതീശനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയിട്ട് മറ്റൊരാൾ ആ സ്ഥാനത്തേക്ക് വരണം. അതിനൊരു ധാരണയുണ്ട്. സ്വകാര്യമായി ഉണ്ടാക്കിയാൽ മതി. പക്ഷെ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. താലിയും തലച്ചോറിട്ട് എന്തെങ്കിലും ബന്ധം ഇയാൾക്കുണ്ടോ? എന്നിട്ട് അത് പത്രപ്രവർത്തകരോട് വന്ന് പറയും. ആരോ ഒരാൾ ഇന്ന് രാവിലെയും കൂടി വിളിച്ചു, കരുന്നോണ പറയാം. ഇനിയിപ്പോൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നാര UDFന്റെ നേതൃത്വമേ, നിങ്ങൾക്ക് വേറെ പണിയില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ അൻവർ ഇല്ലാതെ നിലമ്പൂർ ജയിക്കാൻ കഴിയുന്നുള്ള ഒരു ധാരണ നിങ്ങൾക്കില്ലേ? അൻവർ ഒറ്റക്ക് മത്സരിക്കുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് തോൽക്കുന്നുള്ളൊരു പേടി നിങ്ങൾക്കുണ്ടോ? 34 കൊല്ലം ആര്യാടൻ മുഹമ്മദ് ഒറ്റക്ക് അടക്കി ഭരിച്ചിരുന്ന ഒരു മണ്ഡലത്തിൽ കഴിഞ്ഞ 9 വർഷമായിട്ടാണ് LDFന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വിജയിച്ചത്. അവിടെ വീണ്ടും ആ മണ്ഡലം തിരിച്ചു പിടിക്കാൻ കോൺഗ്രസിന് ഒറ്റക്ക് മത്സരിച്ചാൽ, അല്ലെങ്കിൽ UDF സംവിധാനത്തിന് ഒറ്റക്ക് നിന്ന് മത്സരിച്ചാൽ കിട്ടുന്നുള്ള ഒരു പ്രതീക്ഷ നിങ്ങൾക്കില്ലേ? എന്നിട്ടാണോ ഈ അൻവറിന്റെ തിണ്ണ നിരങ്ങാൻ എപ്പോഴും നടക്കുന്നത്? എനിക്ക് തോന്നണില്ല കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിന്ന് അല്ലെങ്കിൽ UDFന്റെ നേതൃത്വത്തിൽ നിന്ന് അങ്ങനെ കോള് പോയിട്ടുണ്ടെന്ന് തോന്നണില്ല. ഇനി പോയിട്ടുണ്ടെങ്കിൽ വളരെ മോശമാണത്. നിങ്ങൾ പരസ്യമായിട്ട് പറയും, അൻവറിനായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധമല്ല പറഞ്ഞിട്ടുണ്ട്. പക്ഷെ എന്നാലും പുറത്തുനിന്ന് കുറേ ആൾക്കാർ ബാക്കിൽ കൂടെ വീണ്ടും വിളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളെ പാലക്കാട് MLA 11:45 രാത്രി 11:45 പോയി കണ്ടല്ലോ. അതേപോലെ വിളിച്ചിട്ടില്ല എന്ന് നമുക്ക് അങ്ങനെ അടച്ചു വിശ്വസിക്കാനും കഴിയില്ല. ഇതല്ലേ കോല വലുത്. അപ്പം ഇപ്പം പുതിയ ഉപാധിയാണ് UDFിലേക്ക് ഞാനില്ലട്ടോ പറഞ്ഞാണ്ട് ഓളിയെട്ടീനെ അൻവർ ഇപ്പം എന്നതാ പറയണത്. UDFക്ക് ഞാൻ വരണം എന്നുണ്ടെങ്കിൽ എനിക്ക് ആഭ്യന്തര വകുപ്പും ഫോറസ്റ്റ് വകുപ്പും ഈ 2 വകുപ്പിൻ്റെയും മന്ത്രിയാക്കണം. ആഭ്യന്തര വകുപ്പ് മന്ത്രിയും വനം വകുപ്പ് ഫോറസ്റ്റ് വകുപ്പ് മന്ത്രി, അതെ വനം വകുപ്പ് മന്ത്രിയും ഈ 2ൻ്റെയും മന്ത്രി ആക്കിയാലേ ഞയിക്കുള്ളൂ. അതല്ലെങ്കിൽ VD സതീശനെ ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റണം. ഇയാൾ ഇയാളെ പ്രശ്നം സത്യത്തിൽ മനസ്സിലാണില്ല. ഇയാൾക്ക് സത്യത്തിൽ MLA സ്ഥാനം രാജിവെച്ചതോടുകൂടി പിരാന്തായതാ. സത്യത്തിൽ എനിക്ക് അതാ തോന്നുന്നത്. ഇയാൾക്ക് പിരാന്തായിക്കണ്, നിക്കപ്പൂർത്തി ഇല്ലാതെയിക്കണ്. കാരണം നിലമ്പൂർ മണ്ഡലത്തിൽ എങ്ങനെ തലകുത്തി ഇന്നലെ 75,000 വോട്ട് ഉണ്ട് എന്നൊക്കെ ഇന്നലെ പറയുന്നുണ്ട്. 75,000 വോട്ട് എനിക്ക് കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. 7,500 കിട്ടുമെന്ന് തന്നെ എനിക്ക് സംശയമാണ്. അപ്പം അതൊക്കെ പാടെ ആലോചിച്ചിട്ട് ഇതുവരെയായിട്ട് അയാൾ പ്രചരണത്തിന് ഇറങ്ങിയിട്ട് തന്നെയല്ല. അപ്പോൾ ഇന്നിപ്പോൾ പറയാം, ഞാൻ ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടാണ് എൻ്റെ പ്രചരണം. വോട്ടർമാരെ നേരിട്ട് കാണാനൊന്നും അയാൾക്ക് താല്പര്യമില്ല. അപ്പോൾ തോൽക്കും, ഒരു സംശയമല്ല. തോൽക്കും എന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ലല്ലേ നമുക്ക്. അതുണ്ടെങ്കിലല്ലേ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വേവലാതിപ്പെടേണ്ടതുള്ളൂ. തോൽക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എത്ര വോട്ട് കിട്ടും എന്നുള്ളത് മാത്രമേ നമുക്ക് അറിയാത്തതുള്ളൂ. 7,500 കിട്ടുമെന്ന് പ്രയാസമുള്ളിടത്താണ് 75,000 കിട്ടുമെന്ന് പറഞ്ഞാണ്ട് വീമ്പിളക്കിയാണ്ട് അവിടെ കുത്തിരിക്കുന്നത്. അപ്പോൾ ഇയാൾക്ക് സത്യത്തിൽ പിരാന്തായതാണ്. MLA സ്ഥാനം രാജിവെച്ചിങ്ങാണ്ട് ഉണ്ടായതിന് അധികാരവും പോയി, പദവിയും പോയി. ഒരു വീഡിയോയിൽ ഇതിൻ്റെ മുന്നൊരു ചാനലുകാരോട്
കണ്ണിൽ വെള്ളം നിറച്ച് പറയുന്നത് കേട്ടു. ഗവൺമാൻമാരുണ്ടായിരുന്നു പോയി, സ്റ്റാഫുകൾ ഉണ്ടായിരുന്നു പോയി, ഓഫീസ് ഉണ്ടായിരുന്നു പോയി, കാർ ഉണ്ടായിരുന്നു പോയി, MLA സ്ഥാനം ഉണ്ടായിരുന്നു പോയി എന്നൊക്കെ. ആരതൊക്കെ കളയാൻ പറഞ്ഞേ? തിന്നിട്ട് എല്ലിൻ്റെ അടി കുത്തിയിട്ടുള്ള കളി കളിച്ചതല്ലേ. ഇപ്പം ഇയാൾ പിരാന്ത് പറഞ്ഞു കിടക്കുക. ആഭ്യന്തര കോൺഗ്രസിന് 2026 ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഓൽക്കന്നത് തേച്ചാൽ തികയില്ല. ഓല മുന്നണിയിലുള്ള ആൾക്കാർക്ക് തന്നെ മന്ത്രിസ്ഥാനം തികച്ചാൽ തികയില്ല. മുന്നണിയിലുള്ള ആൾക്കാർക്കൊക്കെ ഇപ്പം 1, 2, 3 അങ്ങനെ പോകുന്നു കേട്ടോ. കോൺഗ്രസ് കൈയാളുന്ന വകുപ്പുകൾ ഓല ജയിച്ചു വരുന്ന MLA മാർക്ക് തന്നെ കൊടുത്താൽ തികയില്ല. അവിടെ തന്നെ തല്ലേക്കാരം. എന്നിട്ട് തന്നെ 2-3 മാസം കഴിഞ്ഞിട്ട് അതൊക്കെ തീരുമാനമാകുക. അവസാനം 5-ാം മന്ത്രി, 7-ാം മന്ത്രി, 11-ാം മന്ത്രി, 22-ാം മന്ത്രിയൊക്കെ ഉണ്ടാക്കുന്ന മുന്നണിയാണത്. എന്നിട്ട് ആയി കയറിങ്ങാണ്ടാണ് പറയുന്നത് ആഭ്യന്തരം കിട്ടണം, വനം വകുപ്പ് കിട്ടണം. പിന്നെ മുഖ്യമന്ത്രി സ്ഥാനം കൂടി ചോദിക്കേനി, മുഖ്യമന്ത്രി ആക്കണം തന്നെയാണ് പറയണേ. ഇനിയിപ്പോൾ അതായിട്ട് എന്തിനാ കമ്മിയാക്കിയത്? അതും കൂടി പറഞ്ഞിരിക്കണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കിട്ടലായിരുന്നത്. അഥവാ സലീം കുമാർ ഏതൊരു പടത്ത് പറഞ്ഞ മാതിരി അഥവാ ബിരിയാണി കൊടുത്താലോ, ഇന്ന് അൻവർ അങ്ങോട്ട് വാവ് ഞങ്ങൾ മുഖ്യമന്ത്രി ആക്കാന്ന് പറഞ്ഞാലോ, എന്തെങ്കിലും ഒരു തലച്ചോറ് വേണ്ടേ? പിണറായി സത്തിനെതിരെ പോരാടാനെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഈ പരിപാടിയൊക്കെ ചെയ്യണത്. അതിനിങ്ങനെ ഉപാധി വെച്ചാൽ ആരെങ്കിലും കൂട്ടത്തിൽ കൂട്ടുമോ? അത് വേണം, ഇത് വേണം, മറ്റത് വേണം, മറിച്ചത് വേണം എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും കൂട്ടത്തിൽ കൂട്ടുമോ? പോടുന്നു അറിയില്ലേ. അപ്പം ഇന്ന് VD സതീശൻ പറയുന്നുണ്ട് ആ വിഷയത്തിനെ കുറിച്ച് സംസാരിക്കാനേ താല്പര്യമില്ല. അത് ഞങ്ങൾ അടച്ച വാതിലാണ്, അടച്ചു കുറ്റിയിട്ടു, അത് ലോക്ക് ചെയ്തു. അതെങ്ങനെ ലോക്ക് ചെയ്തു? സീൽ ചെയ്തു. ഇനി അത് പൊളിക്കാൻ താല്പര്യമില്ല എന്നുള്ളിടത്താണ് VD സതീശൻ. അപ്പോൾ അൻവർ പിണറായി സത്തിനെതിരെ പോരാടാൻ വേണ്ടിയാണ് നിലമ്പൂർ മത്സരിക്കുന്നുണ്ട്. നിലമ്പൂരിലുള്ള വോട്ടർമാരോട് ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗപ്പെടുത്തുമ്പോൾ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഫോട്ടോ കണ്ടും പേര് കണ്ടും ആദ്യത്തെ MLA അല്ലേ എന്നുള്ള ഇതൊക്കെ കണ്ടും ചെയ്താൽ ആ വോട്ട് പോയി കിട്ടും. ഒരു കാരണവശാലും അൻവർ അവിടെ ജയിക്കാൻ പോണില്ല. അവിടെ ജയസാധ്യത എന്ന് പറയുന്നത് 2-ൽ 1 മുന്നണിക്ക് മാത്രമേ ഉള്ളൂ. ഒന്നുകിൽ UDF അല്ലെങ്കിൽ LDF. എൻ്റെ കാഴ്ചപ്പാടിൽ അവിടെ ഒരു പടി മുന്നിൽ നിൽക്കുന്നത് ഇപ്പോൾ LDF ആണ്. സാധ്യതയും ഞാൻ കൽപ്പിക്കുന്നത് LDFനാണ്. ഇപ്പോഴത്തെ കാഴ്ചപ്പാടിൽ UDF ചിത്രത്തിലില്ല, LDF ആണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ വോട്ട് ചെയ്യുന്ന വോട്ടർമാർ, നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാർ നല്ലവണ്ണം ശ്രദ്ധിച്ച് വോട്ട് ചെയ്യുക. നിങ്ങളുടെ വോട്ടവകാശം വിനിയോഗിക്കുമ്പോൾ നിങ്ങളെ സംരക്ഷിക്കും എന്ന് നിങ്ങൾക്ക് ഉറപ്പുള്ള ആളാരാണോ അവർക്ക് വോട്ട് ചെയ്യുക. ഈ സാധനം നിങ്ങളെ സംരക്ഷിക്കാൻ അദ്ദേഹത്തിന് വകുപ്പില്ല. അതായത് ഒന്നുമില്ല. എങ്ങനെ സംരക്ഷിക്കാനാ? വിജയിച്ച് MLA ആവണ്ടേ? MLA ആയ സ്ഥാനത്ത് നിന്ന് ഇട്ടെറിഞ്ഞാണ്ട് മണ്ടിയും ചെയ്തു. 4 വർഷം പൂർത്തിയാക്കിയാണ്ട്, അതായത് 2-ാം ടൈമിൽ 4 വർഷം പൂർത്തിയായപ്പോൾ 3.5 വർഷം കൊണ്ട് ഇട്ടെറിഞ്ഞ് മണ്ടി. ആ ജാതി എന്നിട്ട് വീണ്ടും തെരഞ്ഞെടുപ്പിക്ക് മത്സരിക്കാൻ വന്നിക്കുക. നീ അല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വാക്കിന് സ്ഥിരതല്ല, നിലപാടില്ല, നിലവാരമില്ല. വോട്ട് ചെയ്യുമ്പോൾ നല്ലോണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. അതാണ് ഒരിക്കൽ കൂടി നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു, ബൈ.